നമ്മൾ നിരന്തരമായ ബലിയായി മാറുന്നത് നമ്മൾ തിന്നുകയോ കുടിക്കുകയോ മറ്റെന്തെങ്കിലും പ്രവർത്തിക്കുകയോ എന്തു ആയിക്കോട്ടെ, കളിക്കുകയോ കുളിക്കുകയോ എന്ത് പരീക്ഷ എഴുതുകയോ പഠിക്കുകയോ ജോലി ചെയ്യുകയോ എന്ത് ചെയ്യുമ്പോഴും അതെല്ലാം ദൈവമഹത്വത്തിനായി ചെയ്യുവിൻ. കർത്താവിന് എന്തിനാ ബലിയർപ്പിക്കുന്നത്? അവിടത്തെ മഹത്വപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. നിന്റെ എല്ലാ പ്രവർത്തികളുടെയും ലക്ഷ്യം ദൈവമഹത്വമായിരിക്കട്ടെ. കർത്താവേ, അങ്ങയുടെ മഹത്വത്തിന് വേണ്ടി ഞാൻ ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നു. നോട്ട് ഫോർ മൈ ഗ്ലോറി ബട്ട് ഫോർ ദ ഗ്ലോറി ഓഫ് ഗോഡ്, ബിക്കോസ് വി ആർ ക്രിയേറ്റഡ് ഫോർ ദ ഗ്ലോറി ഓഫ് ഗോഡ്. നമ്മൾ സൃഷ്ടിക്കപ്പെട്ടത് ദൈവമഹത്വത്തിന് വേണ്ടിയാണ്. അതുകൊണ്ട് നിന്റെ എല്ലാ പ്രവർത്തികളുടെയും ആത്യന്തികമായ അൾട്ടിമേറ്റായ പരമമായ ലക്ഷ്യം ദൈവമഹത്വമായിരിക്കട്ടെ. എന്ത് ചെയ്യുമ്പോഴും, വീട് പണിയുമ്പോഴും, കല്യാണം നടത്തുമ്പോഴും, ജോലിക്ക് പോകുമ്പോഴും ഒക്കെ നമ്മുടെ പരമമായ ലക്ഷ്യം ദൈവമഹത്വമാണ്. അപ്പോ ഒരു അപകടമുണ്ട്. എന്താണത്? ദൈവമഹത്വത്തിന് ചേരാത്ത രീതിയിൽ നീ വ്യാപരിക്കുമ്പോൾ നീയാകുന്ന ദേവാലയത്തിന് കത്ത് പിടിച്ച് കറ പിടിച്ചതുപോലെ ആയില്ലേ? നീയാകുന്ന ദേവാലയത്തിൽ നടക്കേണ്ടത് ദൈവാരാധനയാണ്. പക്ഷേ നടന്നത് ദൈവനിഷേധമാണ്. നീയാകുന്ന ദേവാലയത്തിൽ ദൈവസ്തുതികൾ നടക്കേണ്ടതിന് പകരം നീയാകുന്ന ദേവാലയത്തിൽ മതിരോത്സവങ്ങൾ നടത്തപ്പെട്ടു. നീയാകുന്ന ദേവാലയത്തിൽ മദ്യക്കുപ്പികളുടെ ആഘോഷം നടത്തപ്പെട്ടു. നീയാകുന്ന ദേവാലയത്തിൽ വ്യഭിചാരം നടത്തപ്പെട്ടു. നീയാകുന്ന ആലയം, ദൈവത്തിന്റെ ആലയം, ഇത് മ്ലേച്ഛത കൊണ്ട് നിറഞ്ഞു. നിന്റെ ആലയത്തിൽ നടക്കേണ്ടിയിരുന്നത് ദൈവാരാധനയാണ്. പക്ഷെ നടന്നത് മ്ലേച്ഛതയാണ്, അശുദ്ധിയാണ്. നിന്റെ ശരീരത്തെ 1 കൊരിന്ത്യർ 6:15 തിരുവചനം, നിങ്ങളുടെ ശരീരങ്ങൾ കർത്താവിന്റെ ശരീരത്തിന്റെ, ഈശോയുടെ ശരീരത്തിന്റെ അവയവങ്ങളാണെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ? അപ്പോൾ നിന്റെ കണ്ണ് ഈശോയുടെ കണ്ണാണെന്ന് നിനക്കറിഞ്ഞുകൂടെ? എന്നിട്ട് ഈ കണ്ണുകൊണ്ട് നീ എന്തേ തിന്മ പ്രവർത്തിച്ച് നിന്റെ ദേവാലയത്തെ കരിപിടിപ്പിച്ചു?